പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആൾ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന പരാതി കണ്ടു. നീണ്ട 3 വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷമാണ് ഈ അനുകൂല വിധി നജീബ് സമ്പാദിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയും ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ MLA എന്നുള്ള നിലക്കുള്ള ഓതന്റിസിറ്റിയും അനുവദിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. പണമേധാവിത്വത്തിൻ്റെ മുന്നിൽ ജനാധിപത്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇച്ഛാശക്തിയും അടിയറവ് പറയണം എന്ന് ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കനത്ത മറുപടിയാണ് ഹൈക്കോടതി ഇന്ന് കൊടുത്തിട്ടുള്ളത്. വിധി കേട്ട ശേഷം പരാതിക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ, നന്മ അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളതാണ്. ആ നന്മ പെരിന്തൽമണ്ണയിലെ പ്രിയപ്പെട്ട വോട്ടർമാരും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും കഴിഞ്ഞ 3 കൊല്ലം മുമ്പേ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയാൻ പരാതിക്കാരന് ഏറെ സമയമെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. LDFിൻ്റെ ഒപ്പം കൂടിയ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം കൂടിയ പ്രിയപ്പെട്ട പരാതിക്കാരന് ആ പാർട്ടിക്ക് എല്ലാ സംഗതിയും അങ്ങനെയാണ്. കുറേ കഴിഞ്ഞ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം അവരുടെ മനസ്സിൽ വരാറുള്ളൂ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പരാതിക്കാരനുമായി എന്നുള്ളതിലുള്ള സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും നന്മ പുലർന്നു, അതാണ് നന്മയെങ്കിൽ പെരിന്തൽമണ്ണയിൽ അത് പുലരട്ടെ എന്ന് പരാതിക്കാരൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ആ നന്മയുടെ പക്ഷത്ത് ചേർന്ന് നമുക്ക് എല്ലാവർക്കും നജീബ് സാഹിബിൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടി പൊരുതാം. പെരിന്തൽമണ്ണയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സലാം, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും UDFിൻ്റെ കൺവീനറും, പ്രിയപ്പെട്ട AK നാസർ മാഷ് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ കൊളക്കാടൻ അസീസ്, നാലകത്ത് ചൗക്കത്ത് മുസമ്മിൽ ഖാൻ, എന്തിനേറെ പറയുന്നു നാലകത്ത് സൂഫി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ നിയമവും അതുപോലെ തന്നെ നിയമസംഹിതയുമൊക്കെ കാറ്റിൽ പറത്താനുള്ളതല്ല, അതിവിടെ സത്യം ധർമ്മവും ഒക്കെ പുലരാനുള്ളതാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഈ വിധിക്ക് അതിന് സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്നതിനുള്ള ചാരിതാർത്ഥ്യം കൂടി ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. മാന്യ വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ LDFിൻ്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് മുസ്തഫ നൽകിയിരുന്ന പരാതി ഇന്ന് ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയം 38 വോട്ടിനാണെങ്കിലും അന്ന് തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, നിരീക്ഷകരുൾപ്പെടെയുള്ള ആളുകൾ സംശയലേശമന്യേ തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. പിന്നീട് CPMൻ്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ആവശ്യപ്രകാരം ഒട്ടും ന്യായീകരണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോവിഡ് കാലഘട്ടത്തിൽ സ്പെഷ്യൽ പോസ്റ്റൽ വോട്ട് 348 വോട്ടുകൾ മാറ്റിവെച്ചതാണ്. അതെല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് മാറ്റിവെച്ചത്. CPMൻ്റെ കൗണ്ടിംഗ് ഏജൻറ്റുമാരും UDFിൻ്റെ കൗണ്ടിംഗ് ഏജൻറ്റുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അത് പൂർണ്ണമല്ല, അത് എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയതാണ്. പക്ഷേ ടോട്ടൽ 38 വോട്ടിനായപ്പോൾ അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുവഴി ഒരു വിജയം നേടാം എന്നാണ് എതിർ സ്ഥാനാർത്ഥി കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് മാത്രം എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ കോടതി വിധിയിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ഒന്നാകെ വോട്ട് ചെയ്തപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഈ വിജയത്തെ